കണ്ണൂർ വാണിയമ്പാറ ദേവാലയത്തിലെ വിവാദ കല്ലറ തുറക്കണമെന്ന ആവശ്യം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ വസ്തു എന്തെന്നതിൽ വ്യക്തത വരുത്തണമെന്ന് വികാരി ജിൽബർട്ട് കൊന്നയിൽ ആവശ്യപ്പെട്ടു. അതേസമയം അസ്വാഭാവികത ഇല്ലെന്ന് പോലീസിന്റെ വാദം തള്ളിയ പള്ളി അധികാരികൾ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട്. പള്ളി കൺവിൻസ്ഡ് ആയിട്ടില്ല, ദുരൂഹത നീങ്ങുന്ന സാഹചര്യത്തോട്ട് എത്തിയിട്ടുമില്ല. നമ്മുടെ ആദ്യത്തെ സംശയം തന്നെ അതാണ്. ഒരു കല്ലറയ്ക്കകത്ത് എങ്ങനെ രണ്ട് ബോഡി വന്നു എന്നുള്ളത് നമ്മുടെ സംശയം, ഞങ്ങളുടെ സംശയമാണ്. അതാണ് പോയത്. അപ്പോൾ ആ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഈ ഇടവകയ്ക്കും എനിക്കും പള്ളി അധികാരികൾക്കും ഈ നാട്ടുകാർക്കും ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഇനി ആ കല്ലറ പൊളിച്ചു നോക്കുക തന്നെ വേണം. സഭയുടെ നിലപാട് ആദ്യമേ അതിന്റെ വഴിക്ക് നീങ്ങണം, നിയമപരമായിട്ട് നീങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് എന്താണോ അത് ചെയ്യേണ്ടത് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് തുറന്നു നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. പോലീസ് ദുരൂഹത ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാറിനെ SI സാറിനെ തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അതിന്റെ ബാക്കി പ്രൊസീജിയർ നീങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് സാറിനോട് സംസാരിച്ചത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതിനകത്ത് ഇപ്പൊ യാതൊരു സംശയമില്ല. രണ്ട് ആൾക്കാരും ആ കല്ലറ തിരിച്ചറിഞ്ഞതും അവരുടെ ബന്ധുക്കളെ അടക്കിയ കല്ലറകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്, പള്ളിയിൽ നിന്ന് ഇനി പരാതി വരികയാണെങ്കിൽ അത് എക്സിബിഷൻ നടത്തിയിട്ട് വീണ്ടും അടിയനെ പരിശോധന നടത്തി സംശയ നിവാരണം നടത്തുന്നതാണ്. അതിനുള്ള നടപടി പോലീസ് പള്ളി അധികാരികള് പരാതി തരികയാണെങ്കിൽ അത് ഒരു FIR ഇടണം. അതിന് പരാതി FIR ഇടുന്നതിനനുസരിച്ചുള്ള പരാതി വാങ്ങിച്ച് FIR ഇട്ടതിന് ശേഷം എക്സിബിഷൻ നടത്തി അതിന്റെ സംശയ നിവാരണം നടത്തുന്നതാണ്. ആ രണ്ട് ബോഡിയും വെച്ച ആൾക്കാരെ കണ്ടെത്തി. ആ കല്ലറയുടെ നമ്പർ മാറിപ്പോയതാണ് ഇങ്ങനൊരു നടപടിക്ക് ആധാരം വന്നത്. അപ്പോഴാ രണ്ട് കല്ലറയിലും ആ കല്ലറയിൽ വെച്ച രണ്ട് ആൾക്കാരുടെ ബന്ധുക്കളെയും കണ്ടെത്തി പോലീസ്. ഇപ്പൊ നമ്മളിവിടെയുള്ള കല്ലറകളുടെ കണക്കെടുത്തതിൽ ഒരു കല്ലറയിൽ തന്നെ 3 ബോഡി വെച്ച കല്ലറകളുണ്ട്. സംശയം ഉണ്ടെങ്കിൽ എക്സിബിഷൻ നടത്തിയിട്ട് നടപടി സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഏതായാലും കല്ലറ തുറക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. പോലീസും അതിന് മറുപടി പറയുന്നുണ്ട്. എന്താണ് ഇത്, ഈ കല്ലറ ഇത്ര വിവാദമാവാനൊരു കാരണം? ഏത് പശ്ചാത്തലത്തിലാണ് ഇത്? മായ, കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ സംഭവങ്ങൾക്ക് ആസ്പദമായ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഒരു ദേവാലയമാണ് വാണിയപ്പാറ ഉണ്ണിമിശിഹ ദേവാലയം. ഈ ദേവാലയത്തിൽ 13-ാം തീയതി ഒരു മരണം നടക്കുമ്പോൾ ഈ കല്ലറ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ കല്ലറ അലോട്ട് ചെയ്ത ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളും കൈക്കാരന്മാരും കൂടി ആ കല്ലറയിൽ എത്തി കല്ലറ തുറന്നു നോക്കുമ്പോഴാണ് ഒരു പെട്ടിയുടെ അടുത്ത് മറ്റൊരു മൃതദേഹമെന്ന് സംശയിക്കുന്ന പായൽ പൊതിഞ്ഞൊരു വസ്തു കണ്ടെത്തുകയും അതിനെ തുടർന്ന് അവർ കല്ലറ അതുപോലെ തന്നെ അടയ്ക്കുകയും പള്ളി വികാരിയെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. അതിനുശേഷം പള്ളി വികാരി ഇവിടെ ഉണ്ടായിരുന്നില്ല, മറ്റൊരു സ്ഥലത്തായിരുന്നു. അതിനുശേഷം ഇവിടെ വരികയും അതിന് നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്ന സമയത്ത്, പോലീസിൽ പരാതി നൽകിയ സമയത്ത് പോലീസ് നൽകിയൊരു വിശദീകരണം ഇവിടെ ഇതിനു മുമ്പും ബോഡി അടക്കം ചെയ്തിട്ടുണ്ട്, ആ ബോഡി തന്നെയാണ് എന്നുള്ള കാര്യമാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു നിലപാടല്ല ഇത്തരത്തിൽ പള്ളി അധികാരികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കല്ലറ തുറന്ന് പരിശോധന നടത്തണമെന്നൊരു ആവശ്യം പ്രധാനമായും ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ കല്ലറയ്ക്കുള്ളിൽ എന്താണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യത്തിൽ വിശ്വാസികൾക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ആ കല്ലറയിൽ ഉള്ള വസ്തുക്കൾ മുഴുവൻ പൂർണ്ണമായും പുറത്തെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കി അത് മൃതദേഹമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുകയും ചെയ്യണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരത്തിൽ പള്ളി വികാരിയും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി പാരിഷ് കൌൺസിൽ അംഗങ്ങളും ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹം പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ 2019 കാലഘട്ടത്തിൽ ഇതിന്റെ നമ്പർ ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ചില നിർമ്മാണ പ്രവൃത്തികൾ, ചില മാറ്റങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംഭവിച്ചൊരു പിഴവാകാമെന്നാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വാദം. അതേസമയം പോലീസ് ഇത്തരത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കല്ലറയിൽ അടക്കം ചെയ്ത്, അതായത് ഈ 38ാമത്തെ കല്ലറയാണ്, ആ സമയത്ത് 13ാമത്തെ കല്ലറയായിരുന്നു, പിന്നീട് 38ാമത്തെ കല്ലറയാക്കി മാറ്റിയത്. ഈ 13ാമത്തെ കല്ലറയിൽ 38ാമത്തെ കല്ലറയിൽ 2 പേരെ സംസ്കരിച്ചിട്ടുണ്ട്. ആ ബന്ധുക്കളാണ് തിരിച്ചറിഞ്ഞതെന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ പോലീസിന്റെ ഭാഷ്യം തീർത്തും അവിശ്വസനീയമാണ്. ചില സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ള രീതിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇത് വീഴ്ചയാണ് എന്ന് പറയുന്നുണ്ട്. ആരുടെ വീഴ്ച? പള്ളി കമ്മിറ്റിയുടെ വീഴ്ചയാണോ? എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത്?
പോലീസ് പറയുന്നൊരു കാര്യം, അതായത് ഈ നമ്പർ ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട മാറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഉണരാൻ കാരണമെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഷ്യം തീർത്തും ഇത്തരത്തിൽ വിശ്വസനീയമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കല്ലറ തുറന്നു നോക്കാതെ ഇതിന്റെ അകത്ത് മൃതദേഹമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എങ്ങനെയാണ് പോലീസിന് വ്യക്തത വരുത്താൻ കഴിയുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും വിശ്വാസി സമൂഹം ചോദിക്കുന്നത്. ഈ പള്ളി അധികൃതർക്കും ഇതേ നിലപാട് തന്നെയാണുള്ളത്. ഈ ക്രിസ്തീയ ആചാരപ്രകാരം ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു വസ്തുവും ഈ കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിക്കില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും അവർ പറയുന്നത്. ഈ കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തിയ വസ്തു എന്ന് പറയുന്നത് ഒരു പെട്ടിക്ക് സമീപമായി പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ ഒരു മനുഷ്യന്റെ മൃതദേഹം എന്ന് തോന്നിക്കുന്ന ഒരു വസ്തുവാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ആണ് ഇത്തരത്തിൽ ദുരൂഹത നീക്കണമെന്നൊരാവശ്യം പ്രധാനമായും പള്ളി വികാരിയായിട്ടുള്ള ജിൽബർട്ട് കൊന്നയിലും അതുപോലെ തന്നെ പാരിഷ് കൌൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ പോലീസ് വലിയ ഒളിച്ചുകളി നടത്തുന്നതായിട്ടാണ് ആദ്യഘട്ടം മുതൽക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ പരാതി നൽകിയത്, അതായത് ഈ പള്ളി വികാരി പരാതി നൽകിയിരുന്നു. പക്ഷേ പരാതി കിട്ടിയപ്പോൾ പോലും ഇത്തരത്തിൽ പോലീസ് അധികൃതർ വിശദമാക്കിയത് ഇത്തരത്തിലൊരു പരാതിയെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഈ പരാതിയുടെ റെസിപ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പള്ളി അധികൃതർ ഉറച്ചു പറയുമ്പോൾ പോലും ഇത്തരത്തിൽ മൌനം പാലിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നടന്നത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പക്ഷേ നാളിതുവരെയായിട്ടും പോലീസ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനോ മൃതദേഹമെന്ന് സംശയിക്കുന്ന ആ ഭാഗത്തൊരു പോലീസ് കാവൽ ഏർപ്പെടുത്താനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസിന്റെ നീക്കത്തിൽ വലിയേറെ ദുരൂഹത ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് പോലീസ് കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നുള്ളതും ഈ സംശയത്തെ ഈ സാഹചര്യങ്ങളുടെ ഈ സംഭവങ്ങളുടെ ഒരു സംശയം ബലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും വിശ്വാസി സമൂഹം ഒന്നടക്കം പറയുന്നത് ഈ സംഭവത്തിൽ കല്ലറ പൊളിക്കണം, അതിലെന്താണ് ഉള്ളത് എന്ന് വ്യക്തത വരുത്തണം, ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. പള്ളി അധികൃതർ ഇനി ഒഫീഷ്യലായി മറ്റൊരു പരാതി കൂടി നൽകും. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജോസഫേ, ഒറ്റ കാര്യം കൂടി. ഈ 13-ാം തീയതി മരിച്ച ആളുടെ ശവസംസ്കാരത്തിന് വേണ്ടിയാണല്ലോ, മൃതദേഹം അടക്കാൻ വേണ്ടിയാണല്ലോ ഈ കല്ലറ തുറന്നത്. അപ്പോഴാണ് ഈ പായിൽ കെട്ടിയ തരത്തിൽ മറ്റൊരു മൃതദേഹമാണെന്ന് സംശയിക്കുന്ന എന്തോ ഒന്ന് അവിടെ കണ്ടു എന്ന് പറയുന്നു. അങ്ങനെ വിവാദത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ തുറന്നത് അവരുടെ കല്ലറയാണല്ലോ. അപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ പിന്നെ എവിടെയാണ് ആ സംസ്കാരം നടത്തിയത്? എവിടെയാണ്? ആ കല്ലറയിൽ തന്നെയാണോ? നിലവിൽ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത, സാധാരണ രണ്ട് തരത്തിലുള്ള ഒരു കല്ലറകളാണ് സാധാരണ പള്ളിയിൽ ഉണ്ടാകുന്നത്. ഒന്ന് കുടുംബക്കല്ലറയും ഒന്ന് പൊതുക്കല്ലറയുമാണ്. ഈ കുടുംബക്കല്ലറ എന്ന് പറയുന്നത് ഒരു വ്യക്തികൾക്ക് വേണ്ടി, അതായത് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ പൊതുക്കല്ലറ എന്ന് പറയുന്നത് ആ ഇടവക സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. ഈ പൊതുക്കല്ലറ, അതായത് 1 മുതൽ 50 വരെയാണെങ്കിൽ ക്രമമായ നമ്പറിൽ, അതായത് 1 മുതൽ 50 വരെ അടക്കിയതിനു ശേഷം വീണ്ടും ഒരു മരണം ഉണ്ടാകുകയാണെങ്കിൽ അത് 1ാമത്തെ കല്ലറയിലേക്ക് നൽകുകയും പിന്നീട് 2, 3 എന്ന ക്രമത്തിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2006-ൽ അവിടെ ഒരു മരണം നടന്നിരുന്നു. ആ 6-ൽ നടന്ന മരണത്തിൽ ഈ 38ാമത്തെ കല്ലറയിലാണ് അടക്കിയത്. അതിനുശേഷം 2015-ലാണ് മരണം നടന്നത്. ആ രണ്ട് മൃതദേഹങ്ങളാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കല്ലറ തുറന്നപ്പോൾ കാണാൻ സാധിച്ചത് ഒരു പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ തരത്തിൽ ഒരു പെട്ടിയുടെ അടുത്ത് മറ്റൊരു മൃതദേഹമെന്ന് സംശയിക്കുന്ന ഒരു ഭാഗം കണ്ടെത്തിയതാണ് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവാൻ കാരണം. അതായത് വർഷങ്ങൾ 2015-ൽ ഇപ്പോൾ ഏകദേശം 11 വർഷത്തോളമാകുന്നു. ആ 11 വർഷത്തോളം ഒരു അഴുക്കവും വരാത്ത രീതിയിൽ ഒരു മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗമെന്ന് കരുതുന്ന ഭാഗം എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യമാണ് പ്രധാനമായും സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസി സമൂഹത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വ്യക്തത വരുത്തണമെന്നുള്ള കാര്യത്തിൽ അവർ അടിയുറച്ച് പറയുന്നതും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതും. മായ, ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വാണിയമ്പാറ ദേവാലയത്തിലെ വിവാദ കല്ലറ തുറക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പള്ളിക്കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്.